നമുക്ക് പോവേണ്ടത് അങ്ങോട്ടാണ് പോവേണ്ടത്. ഈ വഴി താഴോട്ടാണ് നമുക്ക് പോവേണ്ടത്. നേരെ ലുക്കള ഇങ്ങനെ കാണാം. ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്, ഹെലികോപ്റ്ററുകൾ പോകുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാം. ഏകദേശം അരമണിക്കൂർ നടന്നപ്പോൾ വീണ്ടും കുറച്ച് വീട് കാണാൻ പറ്റി. വീട് ആൾക്കാരൊക്കെ വെയിൽ കൊള്ളുന്നു. അവിടെ പശുവൊക്കെ നിന്ന് അങ്ങനെ വെയിൽ കായാണ്. ഇതാ താഴെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മണ്ണിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വഴി കൂടെയാണ് നടന്നു പോണത്. ഇവിടെ എല്ലാവരും ഉച്ച സമയത്ത് വെളിയിലിറങ്ങി വെയിൽ കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കുട്ടികളും, ഈ കുട്ടിയാണ് നേരത്തെ അവർ ചുമന്നുകൊണ്ട് വന്നത്. ഇവിടെ ഒരു ചെറിയ താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ക്യാബേജും ക്യാരറ്റും ഒക്കെ നട്ടിക്കുകയാണ്. ഈ മലയുടെ താഴെയും കൃഷിയൊക്കെ ചെയ്ത അവരവരെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവർ തന്നെയാണ് കൃഷി. അതൊക്കെ ചുമന്ന് ഈ മലയിൽ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് പോവേണ്ടത് അതിൻ്റെ താഴെയാണ്, ആ ലുക്കളയുടെ താഴെയാണ് പോകാനുള്ളത്. പിന്നെ അങ്ങോട്ട് വീടുകളൊക്കെ കുറവാണ്. നമ്മളിങ്ങനെ ഒരു ഒത്തിറക്കം ഇറങ്ങി നടക്കാനുണ്ട്. പാമ്പുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ, ഈ വഴി ഇങ്ങനെ താഴോട്ട് പോകണം. നമുക്കങ്ങോട്ട് പോകാൻ പറ്റാത്ത കണക്കിന് ഇങ്ങനെ വരിയായിട്ട് വരെയാണ്. ഇപ്പോൾ ഒരു 2 ബാച്ച് പോയതേ ഉള്ളൂ. വീണ്ടും ഇങ്ങനെ ഗ്യാസ് കുറ്റിയായിട്ട് വരെയാണ്. ഇതെല്ലാം അവിടെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ കുറ്റികളായിട്ട് ഇങ്ങനെ വരെയാണ്. അതിവിടെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുക പോവാതെ. തണുപ്പ് കൂടിയിട്ടുണ്ട്. ഏകദേശം 1 മണിയായി. തണുപ്പ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്തോറും തണുപ്പ് കൂടിയിട്ടുണ്ട്. ഇതൊന്നും ഫോണില്ല. കുറച്ച് നടന്ന് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 വഴിയുണ്ട്. അപ്പോൾ താഴോട്ടുണ്ട്, ഈ മുകളിലോട്ടുമുണ്ട്. അപ്പോൾ ഈ മുകളിലാണ് പോവേണ്ട വഴി എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു വന്ന വഴിക്കൊക്കെ കണ്ട ഒരു ചുവപ്പ് അടയാളം ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതാ 3 അടയാളം വെച്ചിട്ടുണ്ട്. മുകളിലോട്ടാണെന്നുള്ള വിശ്വാസത്തിൽ ഈ വഴിയിൽ കൂടെ പോവുകയാണ്. വന്ന വഴിക്കെല്ലാം ഈ ചുവപ്പ് അടയാളമാണ് ഉണ്ടായിരുന്നത്. ആരെയും കണ്ട് വഴി ചോദിക്കാനൊന്നും ആരുമില്ല. ചെറിയ കാട് പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആരുമില്ല. ഇങ്ങനെ നടക്കുകയാണ്. അടുത്ത സ്ഥലവും കാത്ത് ഇങ്ങനെ നടക്കുകയാണ്. താഴെക്കൂടെ റോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആരെങ്കിലും കണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. പക്ഷെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മൊത്തം കല്ലും വഴിയൊക്കെയാണ്. വന്നപ്പോൾ ഇവിടെ പുതിയ റോഡ് കെട്ടുന്നതിൻ്റെ അവിടെയായി. നമുക്കിതാ റോഡാണോ വഴി താഴോട്ടാണ്. വഴിയെ നടക്കുകയാണ്. അപ്പോൾ വഴിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. റോഡ് എവിടെ പോകുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് പോകാനുള്ള വഴി താഴോട്ടാണ്. അടുത്ത വർഷം വേണമായിരിക്കൊക്കെ നല്ല റോഡാവും.
നമ്മളെ വഴി ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ പോവാം എന്തായാലും. വഴി അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ആരോ ഇങ്ങോട്ടാണെന്ന്. വഴിയിൽ ആരോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് താഴോട്ട്. അങ്ങ് മലയുടെ താഴോട്ട് റോഡ് പോകുന്നുണ്ട്. കഴുതകളൊക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടക്കുകയാണ്. ഇപ്പോൾ ലോഡില്ലാത്തതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ കാണാം. ബിസ്ക്കറ്റും ചെറിയ ബീറും മാഗിയും കൊക്കോക്കോളയും സിഗരറ്റും ഒക്കെ ഇവിടെയുണ്ട്. ആ സിഗരറ്റിൻ്റെ വൃത്തിയായിട്ടൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് കാണാൻ കഴിയാത്തത്. ഇവിടെ കിട്ടുന്ന സാധനങ്ങളെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി നല്ല കാറ്റും കൂടെ അടിക്കുന്നുണ്ട്. നേരത്തെ കാറ്റിൻ്റെ വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരുന്തോറും കാറ്റ് കുറച്ച് കൂടുതലാണ്. ഇവിടെയും താമസ സൗകര്യമൊക്കെ ഉള്ളതാണ്. കടയും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടത്തും പാചകം ഗ്യാസിലാണ്. ആ വീട്ടുകാരെ താമസ സ്ഥലത്തുള്ള കൃഷി ആണിത്. അപ്പോൾ അവിടെ ഒരു കാക്ക ഇരുന്ന് വിളിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ കാക്കയെക്കാട്ടിയും കുറച്ചുകൂടെ സൗണ്ട് വ്യത്യാസമാണ്. അപ്പോൾ ദൂക്കോഷി നദിയാണ് അതാ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു പാലമൊക്കെ കാണാം. പാലമല്ല, മറ്റേ എന്താ ഒന്ന് ദൂർക്കോഷി നദിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നടക്കാം. ഇനി ഒരു 3 മണിക്കൂർ കൂടെ നടക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ താഴത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ആ റൂട്ട് താഴോട്ടാണ്. വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ, കുതിരയും കൊണ്ട് വന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇതിലെയാണെന്നൊക്കെ പറഞ്ഞു. പോയി നോക്കാം. നല്ല പാടായി. രാവിലെ മുതൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ബാഗിൻ്റെ വെയിറ്റും താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ ചെരുപ്പ് ഷൂവിൻ്റെ കാലിൻ്റെ വേദനയും ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പറ്റിയെടുത്തൊരു റൂമെടുത്ത് അങ്ങനെതാണ് നല്ലതിന്ന്. നടക്കാൻ വയ്യ, കാലൊക്കെ നല്ല വേദന. ഇപ്പം കണ്ടില്ല, ഇനി ഇത്രയും താഴെ ഇറങ്ങണം. അങ്ങ് താഴെ വരെ പോകണം. നോക്കാം. ചേട്ടാ ഇവരെന്തോ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കാട്ടിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. കാട്ടിൽ നിന്നല്ല, നടന്നു വീണ ഒരു ഇലയുള്ള മുള്ളുള്ള ഇലയാണ്. ഇവിടെ നിറച്ച് നിൽപ്പുണ്ട്. ഇവരിന്നത്തേക്ക് ആയി. അവരെ മോള് ഇതവിടെ ഓറഞ്ചൊക്കെ കഴിച്ച് നിൽപ്പുണ്ട്. അവർ അവിടെ ഏതോ ഗ്രാമത്തിലുള്ളവരാണ്. ഇനി അങ്ങോട്ട് താഴോട്ടാണ് നടക്കാനുള്ള. നടന്ന് ഒരു ഊപ്പാട് വന്നു. അയ്യോ, നാട്ടിൽ നിന്ന് നല്ല നടന്ന് ശീലിക്കാത്തതിൻ്റെ കുറവ് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ നടന്ന് ദൂദ്കോഷി നദിയുടെ അടുത്തെത്താറായി. അങ്ങ് മുകളിൽ നിന്ന് ഇനി താഴെ വരെ
അപ്പോൾ നല്ല ഇറക്കവും കാര്യങ്ങളായിരുന്നു. അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞാലേ സീസൺ തുടങ്ങുള്ളൂ, ആൾക്കാർ വന്ന് തുടങ്ങുള്ളൂ. നമ്മളിതാ ഇനി ആ പാലം കയറണം നമുക്ക്, എന്നിട്ട് അപ്പുറത്ത് പോകണം. വിശപ്പും തുടങ്ങി, എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണം. ഇനി ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ദൂദ്ഘോഷി നദി കടക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് ജീപ്പിൽ വന്നപ്പോൾ സല്ലേരിയിൽ നിന്ന് ദംദാടയിലോട്ട് ജീപ്പിൽ വന്നപ്പോൾ കടന്നു. ഇപ്പോൾ 2ാമത്തേതാണ്. നല്ല തണുത്ത വെള്ളം അങ്ങ് മലയിൽ നിന്ന് ഐസൊരുക്കി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല സ്ട്രോങ് പാലമൊക്കെ ഉണ്ട്. ബൈക്കൊക്കെ ഓടിച്ച് പോകാനൊക്കെ പറ്റുന്നതാണെങ്കിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാലമൊക്കെ ഉണ്ട്. ഇവിടെ ബൈക്കൊന്നും ഇല്ല. നമ്മൾ വന്ന വഴിയൊക്കെ അതാ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാം. അങ്ങ് കാണുന്നിടത്തു നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ നദിയുടെ സൈഡിൽ എന്താ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാബേജും എന്തോ ടൈപ്പ് ഇലകളെ ക്യാബേജാണെന്ന് തോന്നുന്നു. അങ്ങനെ സുക്ക ഗ്രാമത്തിലാണ്. ഇവിടെ കുറേ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കടകളൊക്കെ ആയിട്ട് ഒരപ്പു പേരുന്ന അങ്ങനെ വെയിൽ കൊള്ളയാണ്. അപ്പോൾ വലിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കടയല്ല, ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം റെസ്റ്റോറൻ്റാണ്. നടന്ന് തളരുന്നു. എല്ലാ റെസ്റ്റോറൻറ്റിലും ബീർ കിട്ടും, ചോക്ലേറ്റും ഒക്കെ ആയിട്ട്. ഇതൊക്കെ അടച്ചിട്ടിക്കുക. അങ്ങനെ സുർക്ക ഗ്രാമത്തിലൂടെയാണ്. ഞാനിപ്പോൾ ആ കാണുന്ന മലയിൽ നിന്നാണ് ഇറങ്ങി അതിലെ വഴി, ആ കാണുന്ന കെട്ടിടത്തിൻ്റെ അതിലെ വഴി നദി ക്രോസ് ചെയ്ത് ഇതാ ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ എല്ലാം താഴെ കൃഷിപ്പാടങ്ങളും പുതിയ റോഡിൻ്റെ പണിയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇനി ഈ മലയാണ് കയറാനുള്ളത്. മുകളിലോട്ട് ഈ മല കയറണം. വൈകിട്ടായപ്പോൾ 2 മണി 2:30 ആയപ്പോൾ ഇച്ചിരി വെയിലുണ്ട്. താഴെ എല്ലാം കൃഷിപ്പാടങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. ഇങ്ങനെ കിടക്കുക മുകളിലോട്ട് കയറാൻ. ഈ മല മൊത്തം കയറാൻ കിടക്കുകയാണ്. എന്നാലേ താമസിക്കുന്ന സ്ഥലം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വൈകിട്ട് തണുത്ത് കുറച്ച് ഒരു പരുവാവും. അപ്പോൾ പെട്ടെന്ന് പതിയെ ഈ മല കയറാം. അവിടെ നിന്ന് ഏകദേശം ഇനി മുകളിൽ വരെ കയറി ഇതാ ഇവിടെ വന്ന് അവിടെ ഒരാളെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതാ നടക്കുക. അപ്പോൾ നല്ല കയറ്റമായിരുന്നു.
കാലൊക്കെ ഇതാ ഇപ്പോഴേ വേദന തുടങ്ങി. ഇനിയുണ്ട് കുറേ നടക്കാൻ. അയ്യോ, ഇവിടെ അവരൊരു സ്തൂപം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സ്തൂപമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊരു കിടിലം വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ലുക്കിലേക്ക് മുകളിലോട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു ഇൻഡു അടിച്ചിട്ടുണ്ട്. നമുക്ക് താഴോട്ടാണ് പോകാനുള്ളത്. നല്ലൊരു കിടിലം പട്ടിക്കുട്ടി ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ കയ്യിലെ വെള്ളം തീരാറായി. ഇവിടെ നിന്ന് വെള്ളം നിറച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് വെള്ളം നിറച്ചിട്ട് പോവാം. വെള്ളം തീരാറായി. ഇനി അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ വാങ്ങണം. നമ്മളിപ്പോൾ പോണത് കുറച്ച് അപകടം പിടിച്ച വഴിയാണ്. താഴെ നേരെ വലിയ കുഴിയൊക്കെയാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്. വളരെ സൂക്ഷിച്ച് നടക്കേണ്ട വഴിയാണ്. താഴെ വലിയ കൊക്കയാണ്. ഉണ്ടോ? താഴെ വലിയ കൊക്കയാണ്. ഒന്ന് ചറുക്കിയാൽ താഴെ പോവും. ബാഗും വെയിറ്റ് ഉണ്ട്. ഓരോ ചവിട്ടും നേരെ ചവിട്ടിയില്ലെങ്കിൽ താഴോട്ടായിരിക്കും. ഈ വഴി ഇങ്ങനെ കുറച്ച് ദൂരമുണ്ട്. ആ വഴിയെല്ലാം ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇനി അങ്ങോട്ട് ഇറക്കമാണെന്ന് തോന്നുന്നു. കുറച്ച് എങ്ങനെയാണെന്നറിയില്ല. ആ വഴി മൊത്തം നടന്ന് തളർന്നു, നന്നായിട്ട് തളർന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇറക്കം ആണ്. ഞാനിത് ആദ്യത്തെ തൂക്കുപാലം കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നടത്തത്തിൽ ആദ്യത്തെ തൂക്കുപാലമാണ്. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തെ പാലം ആടുന്നുണ്ട്. ചെറുതായിട്ട് പേടിയും തോന്നുന്നുണ്ട്. കാറ്റൊന്നുമില്ല. നേരെ സൈഡിലൊന്നും നോക്കാതെ അങ്ങ് നടക്കുകയാണ്. സൈഡിലോട്ടൊക്കെ നോക്കാം. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സൈഡിലോട്ടൊക്കെ നോക്കാമായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് പാലം കിടന്നാടുന്നു. പാലം അങ്ങോട്ട് കിടന്ന് ആടുന്നുണ്ട്. ഇതുപോലെയുള്ള കുറേ പാലങ്ങളുണ്ട് നമുക്ക് കടക്കാൻ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്നുണ്ട് മലയിൽ നിന്ന് താഴോട്ട്. ഇത് എത്രയും പെട്ടെന്ന് കടക്കാം, അതാ നല്ലത്. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കിടക്കാം. കാറ്റും വരുന്നുണ്ട്. അങ്ങനെ തൂക്കുപാലം കടന്ന് ഞാൻ ആദ്യത്തെ ഒരു തൂക്കുപാലം കടന്നു. നല്ല തളർന്നു. അപ്പം അങ്ങനെ കുറേ തളർന്ന് ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഇരുമ്പ് പാലം. അപ്പോൾ എന്നെക്കാട്ടി മുന്നേ നടന്നു വന്ന് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. നല്ല തളർന്നു. ഇനി ഒരു 20 മിനിറ്റ് കൂടെ നടന്നാലേ എവിടെയെങ്കിലും ഒന്ന് തങ്ങാൻ പറ്റുള്ളൂ.
ഇനി ഒരു 20 മിനിറ്റ് കൂടെ നടക്കേണ്ട വരും. എവിടെയെങ്കിലും ആദ്യം കാണുന്ന റൂമിൽ വീട്ടിൽ തങ്ങണം. വയ്യ, കാല് മസിൽ പിടിച്ചു തുടങ്ങി, വലത്തെ കാല് മസിൽ പിടിച്ചു തുടങ്ങി. ഇത്രയും നടക്കാൻ പാടില്ലായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ തങ്ങേണ്ടായിരുന്നു. അങ്ങ് നടന്ന് ഇതായി. ഇനി ഇവിടെ അങ്ങോട്ട് നടക്കണം. ഇരുമ്പ് പാലം എല്ലാം കയറി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാ ചക്രവും അവരെന്തോ ഒരു കല്ലിലെഴുതിയ കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ഒരു മനോഹരമായ ഒരു വില്ലേജിലോട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ കുറേ നേരത്തെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. അയ്യോ, ഇന്ന് മൊത്തം കയറ്റമായിരുന്നു. ഒരു 12 മണിക്ക് ശേഷം മൊത്തം കയറ്റമായിരുന്നു. ഇനിയും ഇതാ അങ്ങനെ മുകളിലോട്ട് കയറാനുണ്ട്. ഇവിടെ എല്ലാം കൃഷിക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ് സ്ഥലങ്ങൾ. ഇനി പടവുകൾ മൊത്തം കയറണം. വലത്തെ കാലിലെ തുട നല്ല വേദന വെച്ച് തുടങ്ങി. ആദ്യ ദിവസം നടന്നപ്പം തന്നെ കുറച്ചുകൂടെ മുന്നേ എവിടെയെങ്കിലും തങ്ങേണ്ടതായിരുന്നു. നടന്ന് മുഷിയ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. ഇവിടെ എവിടെയെങ്കിലും ഒരു കിടക്കാൻ സ്ഥലം നോക്കണം. തളർന്നോ? അങ്ങോട്ടൊന്നും സ്ഥലമില്ലായിരുന്നു. എല്ലാം അടച്ചിട്ടിക്കുക. സീസൺ അല്ലാത്തതുകൊണ്ട് എല്ലാം അടച്ചിട്ടിക്കുക. ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞ് വന്നെങ്കിൽ സീസൺ ആയേനെ. മുഷിയ ഗ്രാമം നല്ല രസമാണ്. എല്ലാം കൽവീടുകളും കാര്യങ്ങളൊക്കെയാണ്. പശുവൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. തണുത്ത് വറച്ച് പശുവൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നടന്ന് ഇതാ കാണുന്നിടത്ത് റൂം ചോദിക്കാം. ഇപ്പോൾ മൂഷിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 4:30 നല്ല തണുപ്പ്. 4:40 നല്ല തണുപ്പാണ്. ഇനി അങ്ങോട്ട് നടക്കാൻ വയ്യ. കാലിൻ്റെ മസിലൊക്കെ വേദനയായി തുടങ്ങി. അപ്പോൾ ഇതാ ഇവിടെ റൂം ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ കയറുമ്പം തന്നെ വെള്ളം, കൊക്കോകോള, ബിയർ, ബിസ്ക്കറ്റ് അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ഈ ചെറിയ കടയ്ക്കകത്തുണ്ട്. അപ്പോൾ നേരെ റൂം നോക്കാം. ഇവിടെ സ്കൂളിലെ പോലെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു നേഴ്സറി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 പേര് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിലയിലാണ്. വൈഫൈ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
ഇതാണ് റൂമ്. ബ്ലാങ്കറ്റൊക്കെ അവർ കൊണ്ടുതരും. അപ്പോൾ രാവിലെ 9 മണിക്ക് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ 5 മണിയായി. കുറേ നടത്തം ഭയങ്കര ഭീകരമായിരുന്നു. കാല് മസിൽ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വേദനയും ഒക്കെ ആയിരുന്നു കാല്. അപ്പോൾ മൂഷ്യ ഗ്രാമത്തിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം.